എന്നെ ശരിക്കും ചിദംബരത്തിന്റെ ജാനമനും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു പടമായിരുന്നു. വളരെ ആ, വന്ന് നിങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അത് അത് നല്ല സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. പക്ഷെ എന്നെ അതിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു സിനിമയിൽ വർക്കിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിന് പോവാൻ എനിക്ക് പറ്റാത്തൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഒരു പരിപാടിയിലൊക്കെ നമ്മൾ നിൽക്കാം, ഇത് നിങ്ങൾ എന്തെങ്കിലും ഇതായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. ഇത് ഭയങ്കര വിജയമായിട്ടുള്ള ചിത്രമാണ് ചിദംബരത്തിന്റെ. അതിനുശേഷമാണ് പിന്നെ അവർ ഇത് പ്ലാൻ ചെയ്തപ്പോൾ, ഈ പടം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ വരണം, ഒരു ഒരു കേവ് അല്ലെങ്കിൽ ഒരു കുഴി ഇതൊക്കെ വീണ് പോകുന്ന ഒരു സ്റ്റോറി ബേസ് ആണ്, അത് നിങ്ങൾ വന്നിട്ട് സംസാരിക്കണം എന്നൊക്കെ അന്ന് എപ്പോഴാണ് കൊച്ചി വരുമ്പോൾ കാണണം എന്നൊക്കെ. അപ്പം ഞാൻ പിന്നെ നമ്മൾ പോയപ്പോഴാണ് ഈ സ്റ്റോറി ബേസ് ഇതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് അറിയുന്നത് ഇത് ഗുണ കേവിന്റെ കഥയെന്ന്. അപ്പൊ നമുക്ക് ഗുണ കേവിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി നമ്മൾ ലൊക്കേഷൻ കാണാൻ പോയി, ഈ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് അവിടെ പെർമിഷൻ ചോദിച്ചപ്പോൾ തന്നെ ഗുണ കേവ് എന്ന് പറഞ്ഞ സാധനം ബാൻ ചെയ്ത ഐറ്റാണ്. നമ്മളതിന്റെ മുകൾ ഭാഗം മാത്രം, ആ വേരൊക്കെ ഉള്ള സ്ഥലം മാത്രം നമ്മൾ ആളുകൾ ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട് കണ്ട് തിരിച്ചു വരുന്നത്. ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ലൈറ്റ് എഴുതി വെച്ച മാതിരി ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ, താഴേക്കൊരു ഏരോ മാർക്കും പെയിന്റിന്. സിനിമയിലുള്ള സ്ഥലം തന്നെ. ആ, ആ അത്രേ ഉള്ളൂ. അപ്പോ ഇത്തരം ഒരു സ്ഥലത്തേക്ക് നമ്മളും അവിടെ പെർമിഷൻ ചെന്നപ്പോൾ ഗുണയൊക്കെ ഇതിൽ നമ്മൾ ശരിക്കും ഈ സിനിമയിൽ പോലീസുകാരൊക്കെ ചോദിക്കില്ലേ ഗുണക്കേവിൽ എന്തിനു പോയി, അത്രയൊരു ഇതിലാണ് നിങ്ങൾ എന്തിനു ഗുണക്കേവ് എന്നത്. അപ്പൊ ഇത് ഗുണക്കേവിന്റെ സിനിമയാണ്, ഇത് ഗുണക്കേവാണ് നമുക്ക് വേണ്ടത്. അല്ല ഇത് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലം കാണിച്ച് ഗുണക്കേവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ അവിടെ എത്തിയുള്ള ഒരു സ്ഥലമാണ് കണ്ട ഗുണക്കേവ്. ആൾക്കാരും ഉണ്ടാവുമല്ലോ, ബാൻ ചെയ്യുന്നതിന് മുമ്പൊക്കെ കണ്ട ആൾക്കാരുണ്ടാവില്ലേ. എത്ര ആളുകളുണ്ടല്ലോ, യങ്സ്റ്റേഴ്സ് അതേമാതിരി എത്രയോ ആളുകളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലം പോലെയാണ് അന്ന് ആ സിനിമ. ഇതിന്റെ പേര് ശരിക്കും ഡെവിൾസ് കിച്ചൺ എന്നാ. ഇത് ഫോറിനേഴ്സ് ആണ് ഇത് മുന്നേ കണ്ടെത്തിയതും ഇതിന് പേരിട്ടത്. സാത്താനിൻ അടുക്കള. സാധാരണ അടുക്കള. അതാണ് ഈ പിന്നെ ഗുണ സിനിമ അതിൽ ചിത്രീകരിച്ച കാരനാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഗുണ കേവായി മാറി. അപ്പൊ അതിലാണ് പിന്നെ ആ പേര് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിത് ചെന്നപ്പോ തന്നെ ഇവർക്ക് പെർമിഷൻ ഭയങ്കര എന്തിനാണ് അവിടെ പോണത്, അതാണ്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ട് ഇതാക്കാനാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ അതിന് വേണ്ടിയിട്ട് തന്നു. അതിന്റെ ഒപ്പം നമ്മൾ മാത്രമല്ല, അത് അടഞ്ഞു കിടക്കണം ഇത്രയും കാലം. അപ്പൊ അതിന് നിങ്ങളൊപ്പം ഗാർഡുകൾ, ഫോറസ്റ്റ് ഗാർഡും ഈ ഗുണ കേവിനെ പറ്റി നന്നായി അറിയുന്ന ആളുകളെ നിങ്ങൾക്ക് വിടണം എന്ന് പറഞ്ഞിട്ട്. ഇറങ്ങി. പിന്നെ ഇറങ്ങാതെ അല്ല അല്ല അതൊരു ഇറങ്ങി. അത് നമ്മൾ അതിന്റെ ഉള്ളിൽ ഇറങ്ങി. അതായത് ഒരു 10-15 കൊല്ലമായിട്ട് ഒരു വഴി പോലും ഇല്ലാത്ത പൊന്തക്കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ വെട്ടി ശരിയാക്കി ഇറങ്ങി അതിന്റെ ഉള്ളില് താഴേക്ക് പോയി ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇറങ്ങാനൊക്കെ അവിടെ ഫുൾ ഗ്രില്ലുകൾ ഇട്ടുകയാണ്. അതായത് ആളുകൾ ആരും ഒരുപാട് പ്രശ്നങ്ങൾ വന്ന കാരണം അവിടെ ഗ്രില്ലൊക്കെ വെച്ച് അടച്ചതാണ്. താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ കടന്ന് താഴെ എത്തി ഈ സ്ഥലത്തൊക്കെ കണ്ടു നോക്കുമ്പോൾ ഈ വീണ് പോയ കുഴി ഇപ്പോ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് അന്ന് അതിന്റെ മുകളിൽ ഗ്രില്ല് ഇട്ട് അടച്ചല്ലോ. അപ്പൊ അതിന്റെ മുകളില് ഈ ഗുണ കേവിന്റെ പരിസരത്ത് എവിടെ മഴ പെയ്താലും മൊത്തം വെള്ളവും മണ്ണും കല്ലും ഒക്കെ, പിന്നെ ഈ ഇലകളൊക്കെ കൂടിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് വെള്ളം നമ്മൾ ആ കുഴിയിൽ കാണിച്ചില്ല, അതേപോലെ തന്നെയാണ് ആ സാധനം. അപ്പൊ മൊത്തം വെള്ളം വന്ന് മണ്ണും ചെളിയൊക്കെ വന്നിട്ട് ഇത് അടഞ്ഞു ഈ ഒറിജിനൽ കുഴിയുടെ മുകൾ ഭാഗം മാത്രം. അപ്പൊ നമുക്കിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇതിന്റെ കുഴി ഒറിജിനൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിന്റെ അടിയിൽ ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിന്റെ മുകളിൽ കല്ലും മണ്ണും കൂടിയിട്ട് അടഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണ്ടാവും. പക്ഷെ നമ്മൾ എവിടെ കുഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പിന്നെ അവര് നമ്മുടെ കയ്യിൽ ചെറുനാരങ്ങ, ആ മുന്നിൽ ഗാർഡ് ഇരുമ്പിന്റെ വടിയൊക്കെ ആയിട്ട് ഒരുപാട് ഞങ്ങൾ പോയതല്ലത്. അപ്പൊ അതിന്റെ ഉള്ളിൽ പോയി അതൊക്കെ കണ്ടു. നമുക്കൊരു 5 മിനിറ്റ് ഒക്കെയാണ് അവിടെ നമുക്ക് ഇതാക്കുള്ളൂ. അതിന്റെ ഉള്ളിൽ അപ്പൊ തന്നെ കയറണം. നമുക്ക് ഭയങ്കര ഭീകരത ആക്കിയിട്ടുണ്ടായിരുന്നു മൊത്തം തന്നെ. എനിക്കൊക്കെ അതില് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസത്തേക്ക് എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഉറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞ് ഞാൻ ഈ കുഴിയുടെ ഈ സ്പേസിൽ ഞാൻ കിടക്കണത് മുകളിൽ കംപ്ലീറ്റ് നമ്മുടെ മേലേക്ക് ഇങ്ങനെ ഈ ഗുണാക്കേവ് നിൽക്കുന്ന പോലെ എനിക്ക് തീരെ ഉറക്കം എനിക്ക് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല ഒരു 5 ദിവസത്തോളം. പിന്നെ അത് മെല്ലെ മെല്ലെ ഇതായി. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ സ്കെച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഹൈറ്റ് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്.
പിന്നെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഇതിന്റെ കളക്ട് ചെയ്തിട്ടുണ്ട്, കളറിനെ പറ്റിയിട്ടും ഇതൊക്കെ. പിന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഇപ്പോൾ പെയിൻറ്റേഴ്സ് ആയാലും വെൽഡേഴ്സോ പിന്നെ അതേപോലെ കാർപ്പൻറ്റേഴ്സോ പിന്നെ മോൾഡേഴ്സോ അവർക്കൊക്കെ നമ്മൾ ഈ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് വേണ്ടതെന്ന്, ഈ കളർ എന്താണ്, ഈ ഷേപ്പ് എന്താണ്, ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ സിനിമയിൽ കാണുന്നത്. ആ ടെക്സ്ചർ എന്താണ്, ആ കളർ എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിലെന്താ ഡീറ്റെയിൽ എന്തൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ, അത് മൊത്തം നമ്മൾ അവിടുന്ന് നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 90% നമ്മളത് അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു അൺഷേപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കിത് വരച്ചിട്ട് ഒരു ബിൽഡിംഗ് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നും നമ്മൾ നടത്തി ചെയ്തുണ്ടാക്കിയൊരു സാധനം. അത് പിന്നെ കുറേയൊക്കെ മാജിക്കലായിട്ട് സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ മാത്രം ചെയ്തതല്ല, എനിക്കത് പലതും മാജിക്കലായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെ നമ്മളിത് ചെയ്തുണ്ടാക്കിയെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു 50 അടി സൈസുള്ള ഒരു കേവാണ് ഇത് ഉണ്ടാക്കിയത്. അതിന്റെ ഉള്ളിൽ തന്നെ ആ വീണ് പോകുന്നത് കണ്ടിട്ടില്ലേ, ആ വീണ് പോകുന്നത് നമ്മൾ ഈ ഇതിൽ തന്നെ ചെയ്തത്. അതായത് ഈ സെറ്റിന്റെ ഉള്ളിലാണ്, ശരിക്കുള്ള സെറ്റിന്റെ ഉള്ളിലാണ്. ഈ ഗുണ കേവ് നമ്മൾ അവിടെ കണ്ടുവന്നതിന് ശേഷം ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് 60 അടി ഹൈറ്റ് ഉള്ള സ്പേസ് വേണം ഇത് സെറ്റ് ഇടണമെങ്കിൽ. അതാണ് പിന്നത്തെ തലവേദന. നമുക്ക് ഗുണ കേവ് നമുക്ക് കണ്ടു, ഇനി അത് നമുക്ക് കൊച്ചിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ 60 അടിയോളം, അതായത് 6 നില ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് വേണം. ബിൽഡിംഗ് ഒരു വെയർഹൗസ് അല്ലെങ്കിൽ സ്റ്റുഡിയോ വേണം. അപ്പൊ നമ്മുടെ അവിടെ മാക്സിമം 34 അടി വരെയുള്ള സ്റ്റുഡിയോസ് ഒക്കെ ഉള്ളൂ. മാക്സിമം 40ന്റെ ഉള്ളിലേ ഉള്ളൂ ഏറ്റവും കൂടുതൽ. അതിന്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പൊ നമ്മൾ ഒരു 2.5 മാസം 3 മാസത്തോളം അതിന് തപ്പി നടക്കുന്നു ഈ ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ പെരുമ്പാവൂരുള്ള ഒരു സ്പേസ് കണ്ടെത്തിയത്. ഒരു വെയർഹൗസിന് വേണ്ടി ഉണ്ടാക്കിയിട്ട ഒരു സ്ഥലമാണ് അത്. ഒരു 200 അടി നീളം ഉണ്ടാവും. നീളം ഹൈറ്റ് വന്നിട്ട് 50 അടി ഉണ്ട്. അതിന് 55 അടി ഹൈറ്റ് ഉണ്ട്. 60 ഒരു 55 അടി സെന്റർ ഹൈറ്റ് ഒക്കെ ആയിട്ട് കിട്ടും. പിന്നെ വിഡ്ത്ത് വന്നിട്ട് ഒരു 80 അടിയോളം ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും, അതിലേക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന. അതല്ലാതെ ഇനി വേറെ കിട്ടാനില്ല. നമുക്കിത് ഇവരൊക്കെ ഡേറ്റ് ക്ലാഷ് ആവും, കുറെ ആളുകളുടെ തന്നെ ഡേറ്റും ക്ലാഷ് ആവും. അപ്പൊ അത് പിന്നെ അങ്ങനെ വർക്ക് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ് അതില്. അപ്പൊ നമ്മൾ ഇതിന്റെ ലെവലുകളുണ്ട്. അതായത് എവിടെ ഇത് കയറി വരുന്നതും എവിടെ മഴ പെയ്താലും ഈ വെള്ളം മൊത്തം ഇതിലേക്ക് വരണം. അങ്ങനെ ഇതിന്റെ ലെവലുകൾ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്ര എവിടെയൊക്കെ വെള്ളം വരണമെന്ന്. പിന്നെ നമ്മൾ ഈ ടെക്സ്ചർ നമ്മൾ കുറേ പാറകളുടെ മോൾഡ് കൊടൈക്കനാലിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പലതരം ഡിഫറെന്റ് ടെക്സ്ചർ ആയിട്ടുള്ള പാറകളുടെ സ്വഭാവം നോക്കിയിട്ട് നമ്മൾ അതിന്റെ മോൾഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫൈബറിലാണ് ഇതിന്റെ ആ സ്കിന്ന് എന്ന് പറഞ്ഞ സാധനമല്ലേ നിങ്ങൾക്ക് കാണുന്നതില്ല, അത് കാസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എന്താണോ അത് നമുക്ക് ഇവിടെ ഇതിലേക്കും കൊണ്ടുവരാൻ പറ്റും. ഈ പാറയുടെ മുകളിൽ ആ ടെക്സ്ചർ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തി, പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് കണ്ടെത്തി. നമ്മളവിടെ സെറ്റിന്റെ പണി ആരംഭിച്ചു. അപ്പോൾ ആരംഭിച്ചപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഈ മലയാളത്തിൽ എന്ന് പറഞ്ഞ ബഡ്ജറ്റാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രശ്നം വരുന്നത്. നമുക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇതാകുമ്പോൾ ഇത്ര ബഡ്ജറ്റ് വേണം, സമയം വേണം. പക്ഷെ ഇതിന്റെ ഒരു ഡീറ്റെയിലിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഞാൻ ഇത്ര സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്ര സമയം തരണം, എനിക്ക് ഇത്ര ഫണ്ടും ആവശ്യമായിട്ട് വരും. എത്ര സമയം എടുത്തോ? 2 മാസമാണ് ശരിക്കും. ആ മെയിൻ കുഴിയില്ലേ, അല്ല മെയിൻ സെറ്റ് ഗുണ കേവിന്റെ മൊത്തം സെറ്റിന് 2 മാസം. 2 മാസം കഴിഞ്ഞതിന് പിറ്റത്തെ ദിവസം തന്നെ അവിടെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ ഈ കുഴിയിലേക്ക് വീഴുന്നതിന് അതുവരെ നമ്മൾ അവിടെ നിന്നുണ്ട്. അപ്പൊ ആ കുഴി മാത്രം വേറെ അതിന്റെ താഴത്തേക്ക് കുഴിച്ചിരിക്കുക, ഒറിജിനൽ സ്ഥലത്ത് ഒരു കിണർ പോലെ. എന്നിട്ട് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ സ്റ്റെപ്പ് സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഈ കുഴി എന്ന് പറഞ്ഞതിന് 17 അടി താഴ്ചയുള്ള ശരിക്കും വലിയൊരു കുഴി തന്നെ. വീണ് കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റും. ഈ ഗുണ കേവില് ഒറിജിനൽ വീണാലും പരിക്ക് പറ്റും, ഇവിടെ വീണാലും നമുക്ക് പരിക്ക് പറ്റും. കാരണം വെച്ചാൽ അതിന്റെ അടിയിലും കല്ലും, നമ്മളൊക്കെ സൈഡിലിട്ട കല്ലൊക്കെ ഒറിജിനൽ കല്ലുകളാണ്, ചെറിയ കല്ലുകളൊക്കെ എടുക്കുന്നില്ലേ. അതല്ലാതെ വോൾ പോലുള്ളത് മാത്രമാണ് നമ്മുടെ ഫൈബർ. അതല്ല എവിടെ വീണാലും നമുക്കും പരിക്ക് പറ്റും. അത് ഞാൻ ഇവിടെ നമ്മുടെ ആക്ട് ചെയ്യുന്നവരോടും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി ടെക്നീഷ്യന്മാരോടൊക്കെ ഇത് ശ്രദ്ധിച്ച് നടക്കണം. ഇത് അത്രയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതാവരുത്, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആൾക്കാർ നടക്കുകയാണ്.
എന്നിട്ട് ഈ 2 മാസം കൊണ്ട് നമ്മളിത് സെറ്റ് ഇതാക്കി ഷൂട്ട് ഇതാക്കി അതിന്റെ അപ്പുറം പിന്നെ ഈ കുഴിയിൽ ഇറങ്ങി പോകണമെന്നൊക്കെ അല്ലേ സൗബിൻ മറ്റേ ബാസിനെ എടുക്കാൻ വേണ്ടി ഇറങ്ങി പോകുന്നതിന് അത് 50 അടി ഹൈറ്റ് ഉള്ള 3 കുഴികളായിട്ട് ഡിവൈഡ് ചെയ്ത് 50 അടി, അതായത് 5 നിലകളുടെ ഹൈറ്റ് ഉള്ള 3 കുഴികളാക്കിയിട്ടാണ് അത് ചെയ്തത്. അതിലൊരു കുഴി അത്യാവശ്യം വലുതാണ്, അതിലാണ് ബാസി കിടക്കണത്. അതിന്റെ താഴേക്ക് വീണ്ടും കുഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഇത് നേരിൽ കാണുമ്പോഴാണ് ഇത് ഒന്നുകൂടി ഭീകരമാകുക. ശരിക്കും ഇത് കുറച്ചു പേരൊക്കെ മലയാള സിനിമയിലെ ഒരുപാട് ഡയറക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഈ സെറ്റിന്റെ എന്താണ് ഡിസൈൻ ഇതൊക്കെ കാണാൻ പറ്റും. ഈ റിയാലിറ്റി ഇത് കുറെ ആളുകളൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ആളുകൾ വന്ന് കാണാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ അതില് റെയിൻ, നമ്മൾ ഈ മഴ പെയ്യുന്ന നിങ്ങൾക്ക് ഈ മഴ പെയ്യുന്നതും അതേമാതിരി മിസ്റ്റ് വരുന്നത് ഇതൊക്കെ നമ്മൾ അതോടെ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം തന്നെയാണ് കാണിക്കുന്നത്. റെയിൻ നമ്മൾ ഫുൾ ആർട്ടിഫിഷ്യൽ റെയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ല അത് മുകളിൽ അത് സെറ്റ് വെച്ചിരിക്കുകയാണ്. അത് പൈപ്പ് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം ഫുൾ. അത് നമ്മൾക്ക് മഴയുടെ സ്ട്രോങ് കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, മെല്ലെ ചാറി തുടങ്ങാൻ പറ്റും. ആ സൗബിന്റെ മുഖത്തേക്ക് വീഴുന്നില്ല ഒറ്റ. അപ്പൊ ആദ്യം നമ്മൾ മെല്ലെ പെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര സ്ട്രോങ് ആവും. മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം വന്ന് എല്ലാ സ്ഥലത്തും അതാ വെള്ളം നമ്മൾ എത്രയോ സ്ഥലത്തു നിന്ന് നമ്മൾ വെള്ളം ഒഴുക്കി വിടുന്നു. അത് അപ്പൊ എവിടെ മഴ പെയ്താലും ആ വെള്ളത്തിന്റെ ഫോഴ്സ് നമ്മൾ വെള്ളം ഇവിടേക്ക് വരുന്ന മാതിരിയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഈ കുഴിയിലേക്ക് വന്ന് വീഴുന്ന പോലെ. അപ്പൊ ഇതിന്റെ എക്സ്റ്റീരിയർ ഷോട്ടൊക്കെ നമ്മൾ ഗുണ കേവിന്റെ അവിടെ തന്നെ പരിസരത്ത് അന്ന് കണ്ടില്ലേ, ഒറിജിനൽ സ്ഥലത്ത് മഴ പെയ്യുന്നതും വെള്ളം വന്ന് വീഴുന്നതൊക്കെ അത് എടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി കട്ടിങ് ഇതിൽ വരും ഇന്റീരിയറിൽ. അപ്പൊ നിങ്ങൾ അത് കാരണം ആ സ്ഥലത്തൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ ഇരുന്നിട്ട് തിയേറ്ററിൽ ഇരിക്കണ്ടാവുക. അത്രയധികം കാരണം വെച്ചാൽ അത്രയധികം ടെൻഷൻ അടിച്ച ഭാഗങ്ങളായിരിക്കും അത് സീനൊക്കെ ഒരു രക്ഷയില്ലാതെ നിങ്ങൾ ശരിക്കും സൗണ്ട് പോലും ഉണ്ടാക്കില്ല. സീരിയസ്ലി. കാരണം ഞാൻ ഈ സിനിമ കണ്ടത് ആദ്യത്തെ ദിവസമാണ്. നമുക്ക് അറിയില്ലല്ലോ എന്താണ് മറ്റിപ്പോ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടോ റിവ്യൂ വായിച്ചിട്ടൊക്കെ. പക്ഷെ ഇതിപ്പോ ആദ്യത്തെ ദിവസം ഇരുന്ന് കാണുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇവര് മരിക്കുവോ അല്ലെങ്കിൽ ഇനി ഇവർക്ക് രക്ഷിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു വഴിക്കായിണ്ടായിരുന്നു. അതിന്റെ പിന്നെ ആ കുഴിയിലേക്ക് ഇറങ്ങി പോകുന്നില്ലേ സൗബിൻ ഇവനെ രക്ഷിക്കാൻ വേണ്ടി താഴത്തേക്ക് കാരണമുള്ള ഇറങ്ങി പോണതൊക്കെ അത് നമ്മൾ അത്രയും ഭയങ്കര ഇടുക്കായുള്ള സ്ഥലങ്ങളൊക്കെ അതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇറങ്ങാനും അവിടെ കുടുങ്ങി കിടക്കാനൊക്കെ വേണ്ടി ലൂസ് അടിക്കണമെന്നൊക്കെ പറയുമ്പോഴുള്ള അതില്ലേ, അതിന് വേണ്ടിയിട്ട് അതിന്റെ സ്ട്രക്ചറിൽ തന്നെ നമ്മളത് മാറ്റം വരുത്തിയിട്ടുണ്ട്. കുടുങ്ങിയ സ്ഥലങ്ങൾ ഭയങ്കര നാരോ ഇതുപോലുള്ള ഇത് അങ്ങനെ കുറെ സ്ഥലം വലിപ്പമുള്ള സ്ഥലങ്ങള്. ഇത് പല വഴി കൂടെയാണ് അവ ഇറങ്ങിപ്പോണത്. അപ്പൊ അത് ഈ 3 കുഴികളിലാണ് ഇതൊക്കെ പലതരത്തില് നമ്മൾ ചിത്രീകരിച്ചത്. അപ്പൊ അത് പിന്നെ അയാളുടെ ഹെഡ്ലൈറ്റിൽ മാത്രം അത് കാഴ്ച, നാച്ചുറൽ ഒരു ഒറ്റ ലൈറ്റ്. അപ്പൊ ആ ലൈറ്റിലാവുമ്പോ അതിന്റെ ഡീറ്റെയിൽ കുറച്ചും കൂടി മിസ്റ്ററി കൂടും, എവിടേക്കാ അത് പോണതെന്ന് മനസ്സിലായിണ്ടാവില്ല. അപ്പൊ പിന്നെ ഇത് ഞാൻ ഈ ഒറിജിനലായിട്ട് ഇറങ്ങിപ്പോയ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിജുവിനോട് ചോദിച്ച് നമ്മളിത് കുറെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് പോലും ഞെട്ടി, ഇത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇതുണ്ടായി. അതിനാ പിന്നെ അതിന്റെ പെയിന്റിങ്ങും അതിന്റെ മോൾഡിങ്ങും ഇതൊക്കെ ചെയ്ത് നമ്മളപ്പോൾ വർക്ക് ചെയ്യുന്ന അതിന്റെ വെൽഡിങ് ചെയ്ത് അനീഷ് എന്ന് പറഞ്ഞിട്ടാണ്, ആലപ്പുഴക്കാരനാണ്, അവന്റെ ടീമാണ്. പിന്നെ പെയിന്റിങ് ചെയ്തത് മുകേഷ്, KR, പിന്നെ പ്രകാശ്, അങ്ങനെയാണ് അവര് ഉണ്ടായിട്ടുള്ള പയ്യന്മാര്. മഴ അത് നമ്മുടെ ടെക്നിക്കൽ ഇതുണ്ട്, അത് അവൻ ഇലക്ട്രിക്കൽ ഇതൊക്കെ ചെയ്യുന്ന ഗിരീഷ് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ഗിരീഷ് അവന്റെ ടീമുകളാണ് ഈ മഴയുടെ സെറ്റപ്പ് മിസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മളത് പറഞ്ഞാൽ അത് ചെയ്തു തരും. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് മഴ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ മഴ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് മൊത്തം നനയും ഫ്ലോർ. അപ്പോ മഴ ടെസ്റ്റ് ചെയ്യാത്ത മഴയാണ് നമ്മുടെ മുന്നിൽ മുകളിൽ ഇങ്ങനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം സ്ഥലം പിന്നെ ഡ്രൈ ആവാൻ ചിലപ്പോ ദിവസങ്ങൾ എടുക്കും, മൊത്തം നനഞ്ഞു കിടക്കുകയുണ്ടോ. അപ്പൊ ഞാന് ചിദംബരത്തിനോട് പറഞ്ഞു, മഴ റെഡിയാണ്, നിങ്ങൾ പറയുമ്പോ മഴന്ന്
നിങ്ങൾ മഴ എന്ന് പറയുമ്പോൾ ഞാനും മഴ എന്ന് പറയും. ഇവിടെ മഴ പെയ്യും. അത് ഞാനും നിങ്ങളൊക്കെ ആദ്യമായിട്ട് തന്നെ ഈ മഴ കാണുന്നത് പറയാം. അപ്പോൾ അത് കറക്റ്റ് ആവില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അത് കറക്റ്റ് ആയിരിക്കും. മിസ്റ്റ് ആയാലും അതിൻ്റെ ഇടയിൽ മിസ്റ്റും വരും, അത് കറക്റ്റാണ്. നമ്മളത് പിന്നെ ഇത് തുടങ്ങുന്നതിന് മുന്നേ അതിഭീകര കോൺഫിഡൻസിലാണ് നമ്മളൊക്കെ ഓരോ വർക്ക് ഏറ്റെടുക്കുന്നത്. എന്തായിട്ട് നിങ്ങൾ എന്ത് പറയുന്നു അത് നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഡയറക്ടർ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ ക്യാമറമാൻ എന്താണ് കാണുന്നത്, അപ്പോൾ അവർ ഇത് ആദ്യം കൂട്ടായ ഒരു ചർച്ചയിൽ നമ്മൾ എങ്ങനെ ഇതാക്കും. ഈ ഗുണക നമ്മൾ ഒറിജിനൽ ഒരു സ്ഥലത്തിന്റെ ഒരു റിപ്ലിക്ക മാതിരിയുള്ള വേറൊരു പതിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനോട് ഏകദേശം നീതി പുലർത്തുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യണം. ആളുകൾക്ക് കണ്ടാൽ ഇത് ഗുണകേവല്ലാന്ന് ഒരിക്കലും ഇതല്ലാത്ത മാതിരി നമുക്ക് ഇതാവണം. അപ്പൊ അത് നമ്മൾ അതിന്റെ ഉള്ളിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള റിസർച്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കളറുകളായാലോ അതിന്റെ ടെക്സ്ചറുകളായാലോ അതിന്റെ ബാക്കി മണ്ണ്, കറുത്ത മണ്ണടക്കം നമ്മൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കായകള്, അതേമാതിരി പലതരം ഇലകള്, കായകള്, പുഴുക്കള്, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ചെറിയ പൂക്കള്, ചെടികള്, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു സാധനം ചെയ്തത്.